ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ പപ്പായ എല്ലാം അരിഞ്ഞു വെക്കാം. ഞാൻ ഇതിനൊപ്പം തന്നെ ചേമ്പുംതാളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേമ്പുംതാൾ ഇടുന്നത് നിർബന്ധമൊന്നുമില്ല, എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ പപ്പായയും ചേമ്പുംതാളും തൊലി കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെച്ചുള്ള പരിപ്പാണ് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് സാമ്പാറിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സാമ്പാറിലേക്കുള്ള കായും ഉലുവയും വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ആദ്യം നല്ലപോലെ ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കഷ്ണം കായം ഇട്ട് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാനായിട്ട് നോക്കാം. കായം നല്ലപോലെ മുരിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചട്ടം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലപോലെ മുറുകി വന്നിട്ടുണ്ടെങ്കിൽ കായം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അഥവാ ചട്ടകം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കായം ചെറുതായിട്ട് ഞെങ്ങുകയാണെങ്കിൽ അത് മുരിഞ്ഞിട്ടില്ല. ചട്ടകം കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലപോലെ മുറുകിയിരിക്കണം. അപ്പോഴാണ് കായം കറക്റ്റ് മുരിഞ്ഞ് വരല്ലോ കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ മുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചീഞ്ഞിട്ടിയാണ്. അപ്പോൾ അറിയാലോ, ഇരുമ്പിൻ്റെ ചീഞ്ഞിട്ട് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇങ്ങോട്ട് നല്ല ചൂടാവും. അപ്പോൾ ഫ്ലെയിമിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ചൂടിൽ ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഞാനത് വെളിച്ചെണ്ണ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ പപ്പായ സാമ്പാർ നാളികേരം വറുത്തരയ്ക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ 3 പച്ചമുളക് അരിഞ്ഞത്, 10 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 1 ഉണ്ട വെളുത്തുള്ളിയും നന്നാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വേപ്പില അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തുള്ള സവാള അതും ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള അതും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ മല്ലിപ്പൊടി നല്ലപോലെ ചൂടായി വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ തക്കാളി എല്ലാം വെന്ത് വരണം. അപ്പോൾ അത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാം നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാനായിട്ട് നോക്കാം. അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം കായും ഉലുവയും വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ സാമ്പാർ വെക്കുന്നത് ഈ ഒരു കലത്തിലാണ്. ഇപ്പോൾ കലത്തിൽ കുറച്ച് വെള്ളമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായയും ചേമ്പുംതാളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ പച്ചക്കറികളിൽ ഈ പപ്പായയും ചേമ്പുംതാളും വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നിൽക്കണത് നോക്കണ്ട കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ അതൊന്നും നല്ലപോലെ താഴ്ന്നു പോകും. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് നോക്കുകയാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്.
ഇനി നല്ലപോലെ തിളച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ വീഡിയോ വലിച്ച് നീട്ടുന്നതാണെന്ന് വെച്ചിട്ടാണ് ഞാനതൊന്നും കാണിക്കാഞ്ഞത്. ഈ ടൈമിൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പപ്പായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കണം. കാരണം ആ പുളിയിൽ റോസ്മെൽ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോയി കിട്ടണ്ടേ. അപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഞാൻ തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പുളിയുടെ റോസ്മെല്ലുണ്ട്, അതൊന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 5 മിനിറ്റോളം ഇത് കണ്ടിന്യൂസ്ലി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സവാളയിലും തക്കാളിയിലും നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ അരപ്പ് മിക്സിയിൽ ഇതേപോലെ ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനൊപ്പം കായും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിയിലത്തെ മൊത്തം അരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കറക്റ്റ് തന്നെയാണ്. അഥവാ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സാമ്പാർ നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ ഇതേ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ കടുക് എല്ലാതും താളിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കണമല്ലോ. കുറച്ച് കറിയുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി അവിടെ ഹോൾഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ചീഞ്ചിട്ട് ജസ്റ്റ് ഇത് പക്കിൾ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഒഴിച്ച് കൊടുക്കില്ല, അതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പപ്പായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടൊരു സാമ്പാറാണ് കേട്ടോ. പച്ചക്കറിയൊന്നും വേണ്ട, പപ്പായ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ ചേമ്പന്താൾ കിട്ടിയപ്പോൾ ഇട്ടുമെന്ന് മാത്രം. അതുകൊണ്ട് ചേമ്പന്താൾ ഒരു ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ.
ഈ പപ്പായ സാമ്പാർ നാളികേരം വറുത്തരച്ചിട്ട് രീതിയിൽ വെക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു സിമ്പിളായിട്ട് നാളികേരമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ സാമ്പാർ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നാളികേരം വറുത്തരച്ചിട്ടുള്ള രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന രീതി ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ സാമ്പാർ ഉണ്ടാക്കണമെന്നല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.